ഓർത്ത് പ്രാർത്ഥിപ്പാനും ദൈവം നമുക്ക് നൽകി തന്ന കൃപകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം ചെയ്ത നന്മകൾ ഓർക്കുവാനും ദൈവം ചെയ്ത ഉപകാരങ്ങൾ ദൈവസന്നിധാനത്തിൽ ഓർക്കുവാനുമുള്ള സമയങ്ങളാണ് ആത്മീയ ആരാധന എന്ന് പറയുന്നത്. അതിനെ നമുക്ക് സാധിക്കുവാനിടയായി തീരും. ദൈവസന്നിധിയിൽ നാം കടന്നു വന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആമെ പാടാനും പ്രാർത്ഥിപ്പാനും ആരാധിക്കുവാനും വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ഒക്കെ നമുക്ക് കഴിയണം. സ്തോത്രം അകത്ത് ജീവനുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. അകത്തെ മനുഷ്യന് ജീവനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മേരി ആന്റിയുടെ പ്രിയ മോള ത്വയ്ബ ആമേ ചില നാളുകൾക്ക് ശേഷം ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ അയ്യപ്പെടുന്ന കുടുംബവും നമ്മുടെ ആരാധനയിൽ നിന്ന് പകൽക്കാലം കടന്നു വന്നിട്ടുണ്ടല്ലോ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. എന്തുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ സ്തുതിക്കേണ്ടത്? സ്തോത്രം. എന്തുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ സ്തുതിക്കേണ്ടത്? 150-ാം സങ്കീർത്തനം ഒന്ന് എടുത്താട്ടെ. എന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഓടി വന്ന ഒരു ഭാഗം ഒന്ന് സൂചിപ്പിച്ച് നാം വായിച്ച ആ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി. 150-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ തിരുവചനം. അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിക്കണം. അപ്പൊ എന്തിനാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്? ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ. എന്താണ് ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ചെയ്തത്. ആമേൻ. ഇവിടെ ഇരിക്കുന്നവരിൽ ചിലരൊക്കെ മണ്ണോട് മണ്ണായി തീരേണ്ട സമയങ്ങൾ ഒത്തിരി കഴിഞ്ഞു പോയതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി ചില ശവക്കല്ലറകളൊക്കെ ഒരുങ്ങിയതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ആമേൻ, വലിയ അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു. സ്തോത്രം. ആമേൻ. ഒത്തിരി പ്രതിസന്ധികൾ ഞാനും നിങ്ങളും അറിയാത്തത് ശത്രു നമുക്ക് എതിരെ അവന്റെ ആയുധ പണിപ്പുരയിൽ നമുക്ക് വേണ്ടി അവന്റെ വാളിന്റെ മൂർച്ച കൂട്ടിയതാണ്. പക്ഷേ കൃപയാൽ ദൈവം നമ്മെ അവൻ എന്ത് ചെയ്തില്ല? ഏൽപ്പിച്ചു കൊടുത്തില്ല. നമ്മുടെ രോഗത്തിന്റെ കിടക്കുകളെ അവൻ എന്ത് ചെയ്തു? മാറ്റി വിരിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ വീഴാഞ്ഞിട്ടല്ല, വീഴ്ചയിൽ ദൈവം നമ്മെ താങ്ങി. സ്തോത്രം. ആമേൻ. മരണം സംഭവിക്കാഞ്ഞിട്ടല്ല, കർത്താവ് നമുക്കൊരു ദിവസം കൂടി എന്ത് ചെയ്തു? ദീർഘമാക്കി നൽകി തന്നത് ആ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയാ. സ്തോത്രം. അപ്പൊ നോക്കി, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? അവന്റെ വീര്യ പ്രവർത്തികൾ നിമിത്തം അവനെ എന്ത് ചെയ്യണം? സ്തുതിക്കണം. 136-ാം സങ്കീർത്തനം ഒന്ന് എടുത്ത് അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് ചേർത്ത് വായിച്ചാട്ടെ. 136-ാം സങ്കീർത്തനം. ജ്ഞാനത്തോടെ ആകാശത്തെ ഉണ്ടാക്കിയവന് നോക്കിയേ, ഈ നീണ്ടു നിവർന്നു നിൽക്കുന്ന ആകാശത്തെ ഉണ്ടാക്കിയ ദൈവത്തിന് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. 136-ാം സങ്കീർത്തനം സാധാരണ നമ്മൾ വായിച്ച് ആമേൻ സ്തോത്രം ദൈവത്തിന് മഹത്വം കൊടുക്കാറുള്ള സമയം എപ്പോഴാണ്? നമ്മുടെ ആണ്ടർതി യോഗത്തിൽ, നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ അന്ന് രാത്രിയിലാണ് നമ്മൾ ഈ വാക്യം, ഈ സങ്കീർത്തനം എന്ത് ചെയ്യാറുള്ളത്? വായിക്കാറുള്ളൂ. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന് അവന്റേത് എന്നേക്കുമുള്ളത്. അവൻ നല്ലവനല്ലോ, അവന്റേത് എന്നേക്കുമുള്ളത്. സ്തോത്രം. അവൻ ഹൃദയത്തിൽ നിന്ന് വരുവാനിടയായി. സ്തുതി സ്തോത്രങ്ങളും ദൈവസന്നിധിയിൽ നാം അർപ്പിക്കുന്നതെല്ലാം ഒരു യാന്ത്രികമായിട്ടല്ല വരേണ്ടത്. നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് പുറത്തേക്ക് വരുവാനിടയായി. സ്തോത്രം. ആരെങ്കിലും ഒക്കെ പറഞ്ഞു ചെയ്യുന്നത് എന്ത് ചെയ്യുമെന്നറിയാമോ? അധികം നീണ്ടു നിൽക്കുകയില്ല. ആമൻ. ഒരിക്കലും ഒരു രാത്രിയിൽ, ആമൻ, നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരിക്കലും ഒരു രാത്രിയിൽ, അർദ്ധരാത്രിയിൽ പട്ടി കുരയ്ക്കുന്നത് കേട്ട് വീട്ടുകാരൻ എന്ത് ചെയ്തു?
ചാടി എഴുന്നേൽക്കുവാനിടയായില്ല. വീട്ടുകാരൻ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ പട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുരച്ചുകൊണ്ടിരിക്കുകയാ. അങ്ങ് അകലെയുള്ള പട്ടിയുടെ കുര വരെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ വീട്ടുടെ ഇവൻ ശ്രദ്ധിച്ചു. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആമൻ പട്ടികളുടെ ശബ്ദം ഇങ്ങനെ നിലയ്ക്കുവാൻ തുടങ്ങി. ആമൻ ഒരു പട്ടി കുര നിർത്തി, അടുത്ത പട്ടി കുര നിർത്തി, അങ്ങനെ ആമൻ പട്ടികളുടെ ശബ്ദം നിലയ്ക്കുവാൻ തുടങ്ങി. പക്ഷേ ഒരു പട്ടി നിർത്താതെ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ആമൻ കാര്യം അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ആ പട്ടി ഒരു കള്ളനെ കണ്ടു. അർദ്ധരാത്രിയിൽ മോഷ്ടിക്കാൻ വരുന്ന കള്ളനെ കണ്ട പട്ടിക്ക് കുര നിർത്താൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അനുഭവിച്ചവർക്ക് മാത്രമേ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുകയുള്ളൂ. അവനെ രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അവൻ കേട്ടവർ അവൻ അധികം നാൾ എന്ത് ചെയ്യാൻ പറ്റുകയില്ല. സ്തോത്രം. മറ്റുള്ളവർ നിർത്തുമ്പോൾ നിൽക്കുന്നതല്ല, കണ്ടവരും. യോഹന്നാൻ പറയുകയാണ്, ആമൻ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ കേട്ടതുമായിരിക്കുന്ന സത്യങ്ങൾക്ക് വേണ്ടി ആമൻ നിൽക്കുന്നവരാണ് ദൈവമക്കൾ. ആമേൻ. എന്നെ അടുത്തിരിക്കുന്നവർ സ്തോത്രം പറഞ്ഞാലും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും, എന്നെ അടുത്തിരിക്കുന്നവർ ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും, അവര് വന്നാലും വന്നില്ലെങ്കിലും സ്തോത്രം, ആമൻ എന്റെ ദൈവത്തെ ആരാധിക്കുവാനുള്ള അവൻ അവകാശം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവന്റെ പ്രവൃത്തികൾ നിമിത്തമാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ദൈവം നമുക്ക് തന്ന ആരോഗ്യവും ദൈവം നമുക്ക് തന്ന ബലവും, പ്രിയമുള്ളവരെ, ആമൻ നമ്മുടെ സമപ്രായക്കാരും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരും പ്രായം കൂടിയവരും യൗവനക്കാരും ആരോഗ്യവാന്മാരും ഒക്കെ ആയിട്ടുള്ളവർ എത്ര വാർത്തകളാണ് ഞാൻ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ആമൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ, പത്രങ്ങളിലൂടെ ആമൻ ആരോഗ്യമുള്ള, ആമൻ പണമുള്ള, കഴിവുള്ള, സാമർഥ്യമുള്ള, ആമൻ എത്രയോ പ്രിയപ്പെട്ടവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ആമൻ ചരിത്രങ്ങൾ നാം ഓരോ ദിവസവും നമ്മെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ വിടുവിക്കുന്നത് ഓർത്ത്, ദൈവം നമുക്ക് തന്ന ആരോഗ്യത്തെ ഓർത്ത്, ദൈവം നമുക്ക് തന്ന ആയുസ് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നോക്കി, ഇവിടെ പറയുകയാണ്, അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ. അടുത്ത വാക്യം എന്താ പറയുന്നത്? അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം. ആരുടെ? സർവശക്തനാകുന്ന ദൈവത്തിന്റെ മഹിമയ്ക്ക് ഒത്തവണ്ണം അവനെ എന്ത് ചെയ്യണം? ആരാധിക്കണം. സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം ദൈവത്തെ ആരാധിക്കുവാൻ നാം തയ്യാറാകണം. ഒരിക്കലും ഒരു പട്ടാളത്തിൽ, ആമൻ, നമ്മുടെ അലക്സാണ്ടറുടെ പട്ടാളത്തിൽ, ആമൻ, അലക്സാണ്ടർ എന്ന പേരുള്ള ഒരു പട്ടാളക്കാരനുണ്ടായി. അദ്ദേഹം അലക്സാണ്ടറിനെ പോലെ അല്ലായിരുന്നു. അദ്ദേഹം വളരെ പേടിയുള്ളവനായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പേടിത്തൊണ്ടനായ, ഭയമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ഒരു ദിവസം ഈ അറിവ് ആരുടെ ചെവിയിലെത്തി? മഹാനായ അലക്സാണ്ടറുടെ ചെവിയിലെത്തി. അദ്ദേഹം ആ അലക്സാണ്ടർ എന്ന പേരുള്ള തന്റെ സൈന്യത്തിലുള്ള പട്ടാളക്കാരനെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നീ നിന്റെ പേര് മാറ്റിക്കോണം, അല്ലെങ്കിൽ നിന്റെ പെരുമാറ്റം മാറ്റം എന്ന് പറഞ്ഞ എന്റെ പേരിന് പോലും ദോഷം വരുന്ന ഒന്നാണ്. ആമേൻ. അലക്സാണ്ടറിനെ കുറിച്ച് ലോകം അറിയാം. ആമേൻ. ധൈര്യശാലിയായിട്ടുള്ള വലിയൊരു മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഒന്നീ നിന്റെ പേര് അലക്സാണ്ടർ എന്നുള്ള എന്ത് വേണം, മാറ്റിക്കോണം, അല്ലെങ്കിൽ നിന്റെ പെരുമാറ്റത്തിന് എന്തുണ്ടാകണം, മാറ്റം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ദൈവം ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാതിരിക്കുവാൻ കഴിയത്തില്ലെന്നുള്ളത് മാത്രമല്ല, ദൈവം ആരാണെന്ന് അറിഞ്ഞാൽ അവന്റെ പാദപീഠത്തിൽ വീഴുവാനിടയായിത്തീരും. സ്തോത്രം. ആരും കൈവക്കണ്ട. കഴിഞ്ഞൊരാഴ്ച എത്രയോ മണിക്കൂറുകളും ദിവസങ്ങളും നമുക്ക് കിട്ടി. ബൈബിള് വായിച്ചവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ചിലരുടെ കൈ പൊക്കും,
ചിലരുടെ കൈ പൊങ്ങത്തില്ല. സ്വതന്ത്രം. വ്യക്തിപരമായി എത്ര നേരം പ്രാർത്ഥിച്ചവരുണ്ടെന്ന് ചോദിച്ചാൽ കുറച്ചു പേരുടെ കൈ പൊങ്ങും, കുറച്ചു പേരുടെ കൈ പൊങ്ങത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ ദൈവത്തിന്റെ മഹിമയ്ക്കൊത്തവണ്ണം ദൈവത്തെ സ്തുതിപ്പാനും അവന് മഹത്വം കൊടുക്കുവാനുമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇനി നോക്കി അടുത്ത പറയുകയാണ്, മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്ന, കാഹളനാദത്തോടുകൂടി അവൻ എന്ത് ചെയ്യും? സ്തോത്രം. കാഹളനാദത്തോട്. കാഹളം മുഴക്കിയാൽ ദീർഘദൂരം അതിന്റെ ശബ്ദം എന്ത് ചെയ്യും? പോകാനിടയായിത്തീരും. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം ആരാധിക്കുവാൻ തയ്യാറാകണം. നാളെ എന്ന് പറയുന്ന ദിവസം നമുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. 150 സങ്കീർത്തനം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം, എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെയുള്ളത് വളരെ സവിസ്തരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് 150 സങ്കീർത്തനം. സ്തോത്രം. എന്നാൽ നമ്മുടെ വിഷയം അതല്ലല്ലോ. വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് വരാം. 124 സങ്കീർത്തനത്തിന്റെ 2ാമത്തെ തിരുവചനം ഒന്ന് വായിക്കും. 1 മുതൽ വായിച്ചാട്ടെ. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ. സ്തോത്രം. ഇസ്രായേൽ എന്ന് പറയുന്ന ജനത പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ. അടുത്തത്, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ. സ്തോത്രം. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ, അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. അവർ നമ്മെ ജീവനോടെ. പല മൃഗങ്ങളും കൊന്നിട്ട് വിഴുങ്ങുന്ന ചില മൃഗങ്ങളും, എന്നാ കൊല്ലാതെ വിഴുങ്ങുന്ന ചില മൃഗങ്ങളും. സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നെന്ത് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. വിഴുങ്ങാനുള്ള കാരണം അവന്റെ വായിലെ പല്ലൊന്നും ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ഇപ്പൊ എന്തേ നടക്കുകയുള്ളൂ? വിഴുങ്ങലേ നടക്കുകയുള്ളൂ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, മനുഷ്യർ എന്നോട് എതിർത്തപ്പോൾ. ഒത്തിരി എതിർപ്പിന്റെ നടുവിലൊക്കെയാണ് നമ്മളായിരിക്കും. ഈ എതിർപ്പ് എന്ന് പറയുന്നത് നാട്ടിൽ നിന്നുള്ള എതിർപ്പുണ്ട്, വീട്ടിൽ നിന്നുള്ള എതിർപ്പുണ്ട്, ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നുള്ള എതിർപ്പുണ്ട്, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള എതിർപ്പുണ്ട്, നമ്മുടെ ബിസിനസ് മേഖലയിലുള്ള എതിർപ്പുണ്ട്, നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ, കോളേജ്, നമ്മുടെ കലാലയങ്ങളിൽ എതിരിടുന്ന ആളുകളുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മനുഷ്യരെന്നോട് എതിർത്തപ്പോൾ അവരെന്നെ വിഴുങ്ങിക്കളയുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ആരോഗ്യത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കാരണം യഹോവ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഇത് ദൈവമക്കൾക്ക് വിശ്വാസത്താൽ പറയാൻ കഴിയും. എതിരുകളില്ലാഞ്ഞിട്ടല്ല, എതിർപ്പുകളില്ലാഞ്ഞിട്ടല്ല. വിഴുങ്ങിക്കളയുവാൻ സാത്താൻ ഊടാടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നടക്ക് ആരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ ഊടാടി സഞ്ചരിക്കുകയാണ്. പക്ഷെ കർത്താവ് നമ്മെ എന്ത് ചെയ്തില്ല, അതിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. അപ്പൊ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ എന്ത് ചെയ്യും, ജ്വലിച്ചു. ആ സമയത്ത് എന്താ സംഭവിച്ച, അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. താഴോട്ട് നമ്മൾ വായിക്കുമ്പോ ഒത്തിരി ഒഴുക്കിക്കളയുന്ന, വിഴുങ്ങിക്കളയുന്ന സാഹചര്യങ്ങളെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു. 4-ാമത്തെ വാക്യം, വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. കണ്ടോ? പ്രതികൂലം, വെള്ളം നമ്മെ എന്ത് ചെയ്യുമായിരുന്നു, ഒഴുക്കിക്കളയുമായിരുന്നു. ജലപ്രളയം ഇന്നും കേരള ജനതയ്ക്ക് അതൊരു ഭയമാണ്, അതൊരു ഞെട്ടലോടുകൂടിയാണ്.
ആമേൻ പ്രളയത്തെ കുറിച്ച് ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കര കേൾക്കുന്നത്. കാരണം നമുക്കറിയാം, നൂറുകണക്കിന് കുടുംബങ്ങളെ, നൂറുകണക്കിന് ആമൻ നമ്മെ പോലെയുള്ള ജീവനുള്ള മനുഷ്യജീവികളെ, ആമൻ മനുഷ്യരെ കൊന്നൊടുക്കിയ ജലപ്രളയവും ഭൂകമ്പവും മഹാമാരിയും ആമൻ ഞെട്ടലോടെ കണ്ടവരും കേട്ടവരുമാണ്. സ്തോത്രം. പലരുടെയും ആമൻ അവയവങ്ങൾ പോലും മുഴുവനായി എന്തിനില്ല, കിട്ടിയില്ല. പലരുടെയും അപ്പനമ്മമാർ എവിടെ പോയെന്ന് അറിയത്തില്ല. പല മാതാപിതാക്കളും അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു. പലർക്കും അവരുടെ ഭാര്യമാരെ നഷ്ടപ്പെട്ടു. പലർക്കും അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു. അവരുടെ വീട് ചെന്ന് നോക്കിയാൽ അവിടെ കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ മാറ്റപ്പെട്ടു. ഞങ്ങൾ ആ സ്ഥലത്ത് പോയി, മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ പോയി കണ്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയഭേദകമായ ഹൃദയം അലിയിപ്പിക്കുന്ന ഒത്തിരി അവസ്ഥകളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു നോക്കിയേ, വെള്ളം നമ്മെ മുക്കിക്കളയുമായിരുന്നു. അടുത്ത് പറയണം, നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. അടുത്തത് പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയ പണ്ടത്തെ അനുഭവം മുതൽ ഇന്ന് വരെ ദൈവം നടത്തിയതിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ ഇവിടെ പ്രതിപാദിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം വന്നു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് നന്ദി പറയാൻ എന്താ ഉള്ളതെന്ന് ചോദിക്കുന്നവരോടുള്ള ഒരു മറുപടി ഞാൻ പറയാം. ആമേൻ, സ്തോത്രം. ഒത്തിരി നന്ദി പറയുവാൻ മനുഷ്യനോടല്ല, ആമേൻ, ഒരു പാസ്റ്ററോടല്ല നമുക്ക് നന്ദി പറയുവാനുള്ളത് ദൈവത്തോടാണ്. നമുക്ക് നന്ദി പറയുവാനുള്ളത് ദൈവത്തോടാണ്. ആശ്രയമായിരുന്ന പലതും നമ്മെ കൈവിട്ടുപോയി. ആമേൻ, ആശ്രയിച്ച പലതും നമ്മെ കൈവിട്ടുപോയി. ഇനിയും എന്ത് ചെയ്യുമെന്നറിയാതെ ആമേൻ ഉപജീവന മാർഗം പോലും അടഞ്ഞുപോയ സാഹചര്യത്തിൽ സർവശക്തനാകുന്ന ദൈവം നിന്നെ നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ ദൈവത്തിന് നമുക്കൊന്നും പറയാനില്ല. ഹല്ലേലൂയ. കൊണ്ടുവന്ന വഴികൾ നമ്മൾ ഓർക്കാനിടയായി. ഇന്ന് നമ്മൾ എവിടെ എത്തി എന്നുള്ളതല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നാം ആയിരുന്ന അവസ്ഥകളെ കുറിച്ച് ഓർക്കണം. നാം കടന്നുപോയ മേഖലകൾ, നാം കടന്നുപോയ കടമ്പകൾ ഓർക്കുമ്പോൾ ദൈവമാണ് ആ ദുർഘടത്തിൽ അകപ്പെട്ട് എന്റെ ജീവൻ അപായം വരാതെ വണ്ണം എന്നെ ജീവനോട് ജീവനുള്ളവരുടെ ദേശത്ത് നിർത്തിയ ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയും. സ്തോത്രം. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ സംഭവിക്കാമായിരുന്ന ഒത്തിരി അനർത്ഥങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 124-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിനക്കെതിരെ ആരെല്ലാം എഴുന്നേറ്റാലും. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ പറയുകയാണ് മനുഷ്യർ എന്നോട് എതിർത്തപ്പോൾ. ഞാൻ ഒരു ദൂത് ഞാൻ പറയാം, നിനക്കെതിരെ ആരെല്ലാം എതിർത്താലും, ആരെല്ലാം നിന്റെ കുടുംബത്തിനെതിരെ എഴുന്നേറ്റാലും എന്ന പകൽക്കാലം ഞാനൊരു കാര്യം പറയാം, ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ അതിനൊന്നും നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല, അതിനൊന്നും നിന്നെ തളർത്താൻ കഴിയത്തില്ല, അതിനൊന്നും നിന്നെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. യഹോവയാകുന്ന ദൈവം യാക്കോബിനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവൻ. 43-ാം അധ്യായം എടുത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം എടുത്താട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്താ ഇവിടെ പറയുന്നത്? ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവൻ ആരാണെന്നറിയാമോ? പ്രിയമുള്ള ദൈവമക്കളെ, ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം. നമുക്ക് അപ്പനും അമ്മയും ഒക്കെ ആക്കി ദൈവം ചിലരെ എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ നിയമിച്ചു. അത് സത്യമാണ്. പക്ഷെ നമ്മുടെ സൃഷ്ടിതാവ് ആരാണ്? ദൈവമാണ്. സ്തോത്രം. ഈ ദൈവകൃപയിലേക്ക് വന്നതും നമ്മളെ കൊണ്ടുവന്നതും ആരാണ്? ഈ ദൈവമാണ്. സ്തോത്രം. ആ ദൈവം അന്ത്യം വരെ നമ്മെ നടത്താൻ വിശ്വസ്തനായ ദൈവമാണ്.
ഇവിടെ പറയാണ്, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ. അല്ലേ? അങ്ങനല്ലേ? ഉണ്ടോ? ഉണ്ട്. നിന്നെ സൃഷ്ടിക്ക മാത്രമല്ല, നിന്നെ ഈ രൂപസാദൃശ്യത്തിൽ നിർമ്മിച്ച ഒരു ദൈവം. എന്നിട്ട് എന്താ പറയുന്നത്? നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുക. എന്താ പറയുന്നേ? ആമേൻ. നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടരുത്. ലോകത്തിലുള്ളതെല്ലാം കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഭയപ്പെടുത്തുന്നതാണ്. എല്ലാം ഭയപ്പെടുത്തുന്നത്. പക്ഷെ തമ്പുരാൻ പറയുകയാണ്, നീ എന്ത് ചെയ്യണ്ട? ഈ ബൈബിളിൽ ഏകദേശം 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്കുണ്ട്. എല്ലാ ദിവസവും ദൈവം നമ്മോട് സംസാരിക്കുകയാണ്, മകനെ മകളെ നീ ഭയപ്പെടേണ്ട. ഭയമില്ലാത്ത ആരും ഇവിടെ വന്നിട്ടുണ്ട്. മനുഷ്യരായതുകൊണ്ട് നമുക്കൊക്കെ എന്തുണ്ട്? ഭയമുണ്ട്. പക്ഷേ ദൈവം പറയുകയാണ്, നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. എന്താ കാര്യം എന്നറിയാമോ? എന്താ കാര്യം? അടുത്ത്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അമ്മേ പാസ്റ്ററല്ല, ആമേ നമ്മെ വിളിച്ചത് ആരല്ല? നമ്മുടെ കൂട്ടു സഹോദരനല്ല, ആമേ മറ്റാരുമല്ല നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. സ്വതന്ത്രം. ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ അതിന്റെ അപ്പുറത്ത് നമ്മെ ആരാ വീണ്ടെടുക്കേണ്ടത്? അതിന്റെ അപ്പുറത്ത് മറ്റൊന്നില്ല. അവ നോക്കിയാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അടുത്ത് പറയുകയാണ്, ഞാൻ നിന്നെ എന്തിരിക്കുക? പേര് ചൊല്ലി വിളിച്ചിരിക്കുക. ഞാനിത് വായിക്കാനോ പറയാനോ ഇരുന്നില്ല. എന്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു ഭാഗമാണ്. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ പേര് നമ്മുടെ അപ്പനും അമ്മയും നമുക്കിട്ടത് ആ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴോ ജനിക്കാനായപ്പോഴോ ജനിച്ചു കഴിഞ്ഞപ്പോഴോ ആണ് ഇത്ര മനോഹരമാകുന്ന പേരുകളൊക്കെ നമ്മുടെ അമ്മയപ്പന്മാരിട്ട പേരുകൾ. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഒന്നും ആ പേരൊന്നും അത്ര ഇഷ്ടമൊന്നും അല്ല. എങ്കിലും നമ്മുടെ മാതാപിതാക്കൾ അവരെന്ത് ചെയ്തു? അവരുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ കഴിവിനുമൊക്കെ അനുസരിച്ച് അവരെന്ത് ചെയ്തു? ഓരോ മനോഹരമാകുന്ന പേരുകൾ നമുക്ക് എന്ത് ചെയ്തു? ഇട്ടു. പക്ഷെ ഇവിടെ പറയുകയാട്ടോ, ആമൻ ഞാൻ നിന്നെ എന്തിരിക്കുക? പേര് ചൊല്ലി വിളിക്കുന്നൊരു ദൈവം. സ്വതന്ത്രം. നമ്മുടെ വാർഡിന്റെ മെമ്പറൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ മേരിയാൻറ്റി ഉണ്ട്. എന്നാലും എല്ലാവരുടെ പേരറിയോ? മേരിയാൻറ്റി ഇല്ല. എല്ലാവരുടെയും പേരറിയില്ല. ഇവിടെ വരുന്ന എല്ലാവരുടെയും പേര് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അറിയത്തില്ല. അറിയത്തില്ല. ഇനി അടുത്ത ആരെങ്കിലും ഉണ്ടെ പൊക്കിക്കോ. പ്രീതി സിസ്റ്റർ അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? ഇവിടെ വരുന്ന ഈ ചെറിയ കൂട്ടത്തിന്റെ പേര് പോലും നമുക്ക് എന്ത് ചെയ്യത്തില്ല? പേര് പഠിക്കണം. സ്വതന്ത്രം. പക്ഷെ തമ്പുരാൻ പറയുകയാണ്, ഞാൻ നിന്നെ എന്തിരിക്കുന്നു? പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് എന്റെ പേരറിയാം. പരുത്തിയിൽ വീട്ടിൽ ഷാജി എന്നുള്ള പേര് എന്റെ പള്ളിയിലിട്ടൊരു പേരുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കും അറിയാം. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങള് 4 ആൺപിള്ളേരാണ്. 4 പേർക്കും ഈ 2 പേരുണ്ട്. അതിനകത്ത് 3 പേരുടെ ഈ 2 പേരും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്റെ പേര് അങ്ങനെ എന്തെങ്കിലും സ്വതന്ത്രം. ഞാനങ്ങനെ പറയാനും ആരോടും പോയിട്ട് നിങ്ങൾ വിളിക്കാതിരിക്കുകയാണ് ഞാൻ പറയാം. ജോർജ് തോമസ് എന്ന എന്റെ പള്ളിയിലിട്ട അന്നത്തെ പേര്. സ്വതന്ത്രം. ഞാൻ പറഞ്ഞത് ആമൻ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ആളുകളുടെ പേര് പോലും നമുക്ക് ഒരുപക്ഷെ അറിയാതിരിക്കുമ്പോഴും കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തിലുണ്ട്. പക്ഷെ മോനെ മകളെ എന്ന് മാത്രമല്ല നമ്മുടെ പേര് പോലും അറിയുന്നൊരു ദൈവം. ആമൻ ആരോടൊക്കെയോ ഇന്ന് പകൽക്കാലം ഈ ഭാഗത്തിലൂടെ ദൈവത്തിന് സംസാരിക്കുവാനുണ്ട്. ദൈവ പൈതലേ, നിന്റെ പേരവരറിയാം. നിന്നെ നന്നായി അറിയുന്നൊരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്.
യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിലവെടുക്കുകയാണ് ദൈവത്തിന്റെ ജ്ഞാനം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള അറിവ്, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള നിശ്ചയം. സ്തോത്രം. പല കാര്യങ്ങളും നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മളെ കുറിച്ച് അറിയത്തില്ല. സ്തോത്രം. നമ്മുടെ സഭയിലുള്ളവരെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവനാരും അറിയത്തില്ലെങ്കിലും നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിന്റെ മുൻപിൽ സകല സൃഷ്ടിയും നഗ്നവും മലർന്നതുമായി കിടക്കും. ദൈവത്തിന്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അതുകൊണ്ട് നാം ഒന്ന് മനസ്സിലാക്കണം, എന്നെ അറിയാൻ ആരുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സ്തോത്രം. അവൻ നമ്മെ അറിയാനോ, നമ്മുടെ കാര്യങ്ങൾ തിരക്കാനോ, നമ്മുടെ അവസ്ഥകളൊന്നും അറിയാനോ ഇവിടെ ആരുമില്ലെന്ന് നാം ചിന്തിക്കരുത്. അവൻ നാം മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നിന്റെ വീടിന്റെ അകത്ത് ദൈവം ഇറങ്ങി വരൂ. സ്തോത്രം. നാം ഇരിക്കുന്ന ഇടത്ത് വരുന്നൊരു ദൈവം. നാം അങ്ങോട്ട് പോകണ്ടോ, അങ്ങോട്ട് വണ്ടിയും വിളിച്ച് മൈക്കങ്ങ് ഓഫാക്കും. സ്തോത്രം. ആമേ. വണ്ടിയും വിളിച്ച് നമ്മൾ കാണാൻ അങ്ങോട്ട് പോണ്ട, വിളിക്കുന്ന ഇടത്ത് വരുന്നൊരു ദൈവം. സ്തോത്രം. ആമൻ. ആ കർത്താവ് സർവജ്ഞാനിയാണ്. ആ ദൈവം സർവവ്യാപിയാണ്. നീ ഇരിക്കുന്നിടത്ത് വരുന്നൊരു ദൈവം. അതാണ് നമ്മുടെ വിശ്വാസം. ദൈവം ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ കടന്നു വന്നത്. സ്തോത്രം. അപ്പൊ നോക്കി ഇവിടെ പറയുകയാണ്, നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ ആർക്കുള്ളവനാ? നീ എനിക്കുള്ളവനാ. സ്തോത്രം. നമ്മൾ ആർക്കുള്ളവനാ? നമ്മൾ ദൈവത്തിനുള്ളവനാ. ദൈവത്തിനുള്ളവരാണെങ്കിൽ നമ്മൾ ദൈവത്തിനുള്ളത് ചെയ്യും, അല്ലേ? സ്തോത്രം. നമ്മുടെ മക്കൾക്കുള്ളവരാണ്. മക്കള് പറയും, എന്റെ അപ്പനും അമ്മയും എനിക്ക്